എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് പാട്ടല്ല, ഒരു കഥയാണ്. അതായത് എൻ്റെ വീട്ടിൽ നടന്നൊരു സംഭവം ഞാൻ ഒരു കഥ രൂപത്തിൽ നിങ്ങളോട് പറയുകയാണ്. ഈ കഥ എൻ്റെ അച്ഛനെ പറ്റിയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രമല്ല ഫോളോ ചെയ്യാൻ മറക്കരുത് ആദ്യം കാണുന്നത്. അതായത് എൻ്റെ അച്ഛൻ ഒന്നാമത്തെ ഒരു കള്ളുകുടിയനായിരുന്നു. അച്ഛൻ ഡെയിലി ഷാപ്പിൽ പോയി കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വന്ന് വീട്ടിൻ്റെ സിറ്റ് ഔട്ടിലങ്ങിരിക്കും. ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് റോഡ്. ഈ റോഡിൽ കൂടെ രാവിലെ കൊച്ചു പിള്ളേർ സ്കൂളിൽ പോകാൻ വരും. അവരെ വിരട്ടിയും ചീത്ത പിടിച്ചും കൂടി പേടിപ്പെടുത്തി അയക്കും. അത് മാത്രമല്ല, ഈ റോഡിൽ കൂടെ ഒരുപാട് ആൾക്കാരും പോവുകയും വരികയും ചെയ്യുന്നതാണ്. അവരെയും ചീത്ത വിളി ഡെയിലി ഇത് തന്നെ. പലരും ഞങ്ങളുടെ കൂടെ കംപ്ലയിൻറ്റ് പറഞ്ഞു. പക്ഷെ ഞങ്ങളാരും പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ല. ഒരു ദിവസം അച്ഛൻ വയ്യാതെ കിടപ്പിലായി, അസുഖമായി അച്ഛൻ കിടപ്പിലായി. പക്ഷേ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഒറ്റ വ്യക്തികൾ പോലും ഞങ്ങൾ അച്ഛൻ്റെ അസുഖം അറിയാൻ വീട്ടിൽ വന്നില്ല. അച്ഛൻ ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങളെ 3 പേരെ ഒരു ദിവസം അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ മക്കളെ, ഞാൻ വയ്യാതെ ആയിട്ട് ഇവിടെ കിടക്കുക, എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഒറ്റ വ്യക്തികൾ പോലും എന്നെ കാണാൻ വന്നില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ പറഞ്ഞു, അച്ഛൻ്റെ സ്വഭാവം കൊണ്ട് ആരും വരാഞ്ഞത്, ഇനി വരുത്തുമില്ല ആരും. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ നാട്ടിലുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം ഞാൻ ഒരു നല്ലവനായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ജന്മത്തെ അവർ പറയാൻ തോന്നുന്നില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും പറയിക്കണമെന്ന്. പിറ്റേന്ന് തൊട്ട് ഞാനൊരു കാര്യം ചെയ്തു. എൻ്റെ അനിയന്മാരെ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കും, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. പിറ്റേന്ന് തൊട്ട് ഞാനും എൻ്റെ 2 അനിയന്മാരും ഞങ്ങൾ 3 പേര് ചേർന്ന് രാവിലെ ഷാപ്പിൽ പോയി വയറ് നിറയെ കള്ളു കുടിച്ചിട്ട് വീടിൻ്റെ സിറ്റ് ഔട്ട് വന്നിരിക്കുക, സ്കൂളിൽ പോകുന്ന പിള്ളേരെ പള്ളു പറയുക. അത് മാത്രമല്ല, എൻ്റെ ഏറ്റവും അനിയ അവൻ്റെ കമ്പും പിടിച്ചിട്ടുണ്ട്. വരുന്നവരെ അടിക്കുകയോ ചീത്ത വിളിക്കുക, സ്കൂളിൽ പോകുന്ന പിള്ളേരെ പുറകെ ഓടിച്ചിട്ട് പേടിപ്പെടുത്തി സ്കൂളിൽ വിടുക. ഇത് സ്ഥിരം ജോലിയായി. എൻ്റെ അച്ഛനായിരുന്നെങ്കിലോ പള്ളു മാത്രമേ പറയുമായിരുന്നു, അടിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ 3 പേരും അടിക്കുകയോ ചീത്ത വിളിക്കുക. ഇത് സാഖി കെട്ട് ആ നാട്ടുകാർ ഒന്നടങ്കം പറയാൻ തുടങ്ങി. യമാരേങ്കൈ നല്ലത് അവൻ്റെ അച്ഛനായിരുന്നു ഏറ്റവും നല്ലത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് പാട്ടല്ല, ഒരു കഥയാണ്. അതായത് എൻ്റെ വീട്ടിൽ നടന്നൊരു സംഭവം ഞാൻ ഒരു കഥ രൂപത്തിൽ നിങ്ങളോട് പറയുകയാണ്. ഈ കഥ എൻ്റെ അച്ഛനെ പറ്റിയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രമല്ല ഫോളോ ചെയ്യാൻ മറക്കരുത് ആദ്യം കാണുന്നത്.